ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് ചാപ്റ്റർ ആയിരുന്നു? സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ, അതോടെ നമ്മുടെ ചാപ്റ്റർ തീരും. ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വേഗം ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ ലിങ്ക് നോക്കുക. ആ ലിങ്ക് എടുത്ത് കഴിഞ്ഞ വീഡിയോസ് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ഓർഗൻസ്. വാട്ട് വുഡ് ഹാപ്പൻ വെൻ ഓർഗൻസ് കമ്പൈൻ? എന്താ ടിഷ്യൂസ് എന്തായിരുന്നു? സെല്ലിൻ്റെ കൂട്ടങ്ങളാണ് അല്ലേ. ഈ സെല്ലുകൾ കൂടുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാവും. ഈ ടിഷ്യൂസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഓർഗൻ ഉണ്ടാകും. എന്താ? അവയവം ഉണ്ടാകും അല്ലേ. ഓർഗൻ എന്ന് പറഞ്ഞാൽ അവയവം. ഈ അവയവങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയോ? ഓർഗൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാകും? സെല്ല് കമ്പൈൻ ചെയ്യുമ്പോൾ ടിഷ്യൂ കമ്പൈൻ ചെയ്യുമ്പോൾ ഓർഗനും ഉണ്ടാവുമെങ്കിൽ ഓർഗൻസ് കമ്പൈൻ ചെയ്താൽ ഓർഗൻ സിസ്റ്റമാണ് ഉണ്ടാവുന്നത്. ഒരു ഓർഗൻ സിസ്റ്റം നമ്മൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയല്ലേ. സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമ്മളതിൽ കണ്ടതാണ്, ഒരു ഇല്ലസ്ട്രേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഓർഗൻസ് ആണല്ലേ. ഇവർ കമ്പൈൻ ചെയ്തപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടായി. അതൊരു ഓർഗൻ സിസ്റ്റമാണ്. ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആർ സ്മൂത്ത്ലി ക്യാരിഡ് ഔട്ട് ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് മെനി ഓർഗൻസ്. Digestion is the process of the combined action of organs of the digestive system, such as stomach, liver and intestine. സ്റ്റൊമക്ക്, ലിവർ, ഇൻറ്റസ്റ്റൈൻ ഇവർ മൂന്ന് പേരും അവയവങ്ങളാണ്, ഓർഗൻസ് ആണ്. ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തിനു വേണ്ടിയുള്ളതാണ്? ഡൈജഷൻ, അതായത് ദഹനം. നമ്മൾ എന്തെങ്കിലും കഴിച്ചാലും ദഹിക്കണ്ടേ, അതിനു വേണ്ടി അത് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഈ സ്റ്റൊമക്ക്, ലിവർ, ഇൻറ്റസ്റ്റൈൻ ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. അവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സിസ്റ്റത്തെ, ആ ഓർഗൻ സിസ്റ്റത്തെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ. വെദർ ദി ഫങ്ഷനിങ് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം എലോൺ ഈസ് സഫിഷ്യൻറ്റ് ടു ട്രാൻസ്പോർട്ട് ദി ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ബൈ ഡൈജഷൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഈ ഡൈജഷൻ നടക്കില്ലേ, ഡൈജഷൻ നടക്കുമ്പോൾ ന്യൂട്രിയൻസ് നമ്മൾ വലിച്ചെടുക്കും, നമ്മുടെ ബോഡി വലിച്ചെടുക്കും, ബോഡിക്ക് ആവശ്യമുള്ളതാണ്. വേസ്റ്റ് പുറന്തള്ളും. അതാണല്ലോ ഡൈജഷൻ്റെ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഈ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? അതിന് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം മാത്രം മതിയോ? ഇല്ല അല്ലേ, വേറെയും ഓർഗൻ സിസ്റ്റംസ് വേണം. അതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഈ ഓർഗൻ സിസ്റ്റം, ഒരു ഓർഗൻ സിസ്റ്റം മാത്രമല്ല ഉള്ളത്, ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം. ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്താണ്? ഓർഗൻസ്, അവയവങ്ങൾ തന്നിട്ടുണ്ട്. ആ അവയവങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഓർഗൻ സിസ്റ്റം ഇവിടെ എഴുതുക. നമ്മൾക്ക് ഓരോന്നായിട്ട് എഴുതാം. ഹാർട്ട്, ബ്ലഡ് വെസൽസ് ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം. ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന സിസ്റ്റം, പേരിൽ തന്നെ ഉണ്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് എന്താ നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ചെയ്യണ്ടേ. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്താലേ നമുക്ക് ജീവൻ ഉണ്ടാകും അല്ലേ. ഓക്കെ. അപ്പോൾ ഇനി നോസ്, ട്രക്കിയ, ലങ്സ്. ട്രക്കിയ എന്താ? ശ്വാസനാളമാണേ. ലങ്സ് ശ്വാസകോശം, അത് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടി കമ്പൈൻ ചെയ്താൽ എന്തുണ്ടാകും? റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന വ്യവസ്ഥ. അതായത് ശ്വസിക്കാണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. ഇനി കിഡ്നി, യൂറിറ്റർ, യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞാൽ മൂത്രസഞ്ചി, മൂത്രം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും? ഈ മൂന്ന് പേരും, മൂന്ന് അവയവങ്ങളും, ഇതെല്ലാം ഓർഗൻസ് ആണ്, അവയവങ്ങളാണ്. അപ്പോൾ ഈ കിഡ്നിയും യൂറിറ്ററും യൂറിനറി ബ്ലാഡറും കൂടി ചേരുമ്പോൾ എന്ത് സിസ്റ്റം ഉണ്ടാകുന്നത്? എക്സ്ക്രീറ്ററി സിസ്റ്റമാണ്. ഇനി ബ്രെയിൻ, നെർവ്സ് എന്നുണ്ടാകും? നെർവസ് സിസ്റ്റം. ഇനിയും ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി സിമ്പിളായിട്ട്. ഇനി നോ ഓർഗൻ സിസ്റ്റം ക്യാൻ ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. എ ഗിവൻ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് ഓൺലി ബൈ ദി കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റംസ്. ഒരു ഓർഗൻ സിസ്റ്റത്തിനും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. വേറെ ഓർഗൻ സിസ്റ്റത്തിൻ്റെയും കൂടി ഹെൽപ്പ് വേണം. അതായത് ഇപ്പോൾ ഒരു ഓർഗൻ സിസ്റ്റം ഒറ്റയ്ക്ക് എന്തെങ്കിലും വിചാരിച്ചാൽ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റില്ല. വേറെയും ആളുകൾ കൂടി കമ്പൈൻ ചെയ്ത് ഇവരൊരുമിച്ച് വർക്ക് ചെയ്താൽ ആ ഒരു പ്രോസസ്സ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് cells combine to form tissues combine to form organs and organs combine to form organ system. നമ്മൾ പറഞ്ഞതാ, സെല്ല് കമ്പൈൻ ചെയ്താൽ ടിഷ്യൂസ് ഉണ്ടാകും, ടിഷ്യൂസ് കമ്പൈൻ ചെയ്താൽ ഓർഗൻസ് ഉണ്ടാകും, ഓർഗൻസ് കമ്പൈൻ ചെയ്താൽ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകും.
ഡിസ്കസ് വാട്ട് ഹാപ്പൻസ് വെൻ ഓർഗൻ സിസ്റ്റംസ് കമ്പൈൻ ടുഗദർ. ഇനി ഈ ഓർഗൻ സിസ്റ്റംസ് കമ്പൈൻ ചെയ്താൽ എന്താ ഉണ്ടാവുന്നത്? ഓർഗാനിസമാണ് ഉണ്ടാവുന്നത്, അതായത് ഒരു ജീവി അല്ലേ. Aren't you now convinced that an organism is a combination of different organ system? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, ഓർഗാനിസം ഒരു ജീവി. ഇപ്പോൾ നമ്മൾ മനുഷ്യരെ തന്നെ എടുത്താൽ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർഗൻ സിസ്റ്റത്തിൻ്റെ കോമ്പിനേഷൻ ആണല്ലേ, ഒരുപാട് ഓർഗൻ സിസ്റ്റത്തിൻ്റെ കൂട്ടമാണ് നമ്മുടെ ബോഡി അല്ലേ. An organism can survive only when these organ systems work in a coordinated way. ഈ ഓർഗൻ സിസ്റ്റം എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഓർഗാനിസത്തിന് നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലേ, ഒരു ജീവിക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. ആസ് ഓർഗൻ സിസ്റ്റംസ് ബിക്കം കോംപ്ലെക്സ്, ദി സ്ട്രക്ചർ ഓഫ് ദി ബോഡി ഓൾസോ ബിക്കം കോംപ്ലെക്സ്. ഓർഗൻ സിസ്റ്റം കൂടുതൽ കോംപ്ലെക്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയും അതുപോലെ തന്നെ ആകും. ഫോർ എക്സാമ്പിൾ നമ്മുടെ മനുഷ്യരെ തന്നെ എടുക്കാം. മനുഷ്യർക്ക് ഒരുപാട് ഓർഗൻ സിസ്റ്റം ഉണ്ടല്ലേ, അവരെല്ലാവരും നമ്മൾക്ക് ഒട്ടും സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഘടനയാണ് അവരുടെ. അപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരവും അതുപോലെ തന്നെ കോംപ്ലെക്സ് ആണല്ലേ. ദി സ്ട്രക്ചർ ഓഫ് ഹയർ ഓർഡർ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരാണ് പറയുന്നത്, ഹ്യൂമൻ ബീയിങ്സ് ഈസ് കോംപ്ലെക്സ് ആസ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഓർഗൻ സിസ്റ്റം. ഒരുപാട് ഓർഗൻ സിസ്റ്റം കൂടി ചേർന്നുണ്ടാവുന്നത് കൊണ്ട് ഹ്യൂമൻ ബോഡിയും കോംപ്ലെക്സ് ആണ്. ഹ്യൂമൻ ബോഡി കോംപ്ലെക്സ് ആണ്, മനുഷ്യ ശരീരം കോംപ്ലെക്സ് ആണ് നമുക്ക് പറയാം. ഡു ഓൾ ഓർഗാനിസംസ് ഹാവ് എൻ ഓർഗൻ സിസ്റ്റം? അങ്ങനെയാണെങ്കിൽ എല്ലാ ജീവികൾക്കും ഓർഗൻ സിസ്റ്റം ഉണ്ടോ? ഹവർ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഓൾസോ എക്സിസ്റ്റ് ഓൺ ദി എർത്ത്. യൂണിസെല്ലുലാർ എന്താ, ഒരു സെല്ലുള്ള ഓർഗാനിസംസും ജീവിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ ബാക്ടീരിയ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സെൽ ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. നമ്മൾക്കറിയാം സെൽ ബേസിക് യൂണിറ്റാണ്, അതായത് സെല്ലിൽ നിന്നാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്, ടിഷ്യൂസിൽ നിന്നാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്, ഓർഗൻസിൽ നിന്നാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്, അതുപോലെ ഓർഗൻ സിസ്റ്റത്തിൽ നിന്നാണ് ഓർഗാനിസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലാണ് ആദ്യം ഫോം ചെയ്തത്. ഓക്കെ, യു മൈറ്റ് ഹാവ് ലേൺ ദാറ്റ് ഓൾ സബ്സ്റ്റൻസസ് ആർ ബേസിക്കലി ഫോംഡ് ഓഫ് ആറ്റംസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആറ്റത്തിനെ കുറിച്ചല്ലേ. ആറ്റം വെച്ചാണ് എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ വസ്തുക്കളുടെയും ചെറിയ യൂണിറ്റ് ആറ്റമാണ് അല്ലേ. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ വിച്ച് ഷോസ് ദി ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഫ്രം ആറ്റം ടു കമ്മ്യൂണിറ്റി. ആറ്റത്തിൽ നിന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അത് നമ്മൾക്കൊന്ന് നോക്കാം. ഇതാണ് ഇല്ലസ്ട്രേഷൻ. ഒന്ന് നോക്കിയേ, ആറ്റം ചെറിയ യൂണിറ്റ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ആറ്റംസ് കൂടുമ്പോൾ എന്തുണ്ടാകും? മോളിക്യൂൾസ് ഉണ്ടാകും. ആറ്റംസ് കമ്പൈൻ ചെയ്താൽ മോളിക്യൂൾസ് ഉണ്ടാകും. അതുപോലെ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്താൽ ആരുണ്ടാകും എന്നാ പറഞ്ഞേ? സെൽ ഓർഗനൽസ്. നമ്മൾ പഠിച്ചതല്ലേ, മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലെക്സ്, ഇവരൊക്കെ സെൽ ഓർഗനൽസാണ്. ഇനി ഈ സെൽ ഓർഗനൽസ് കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? സംശയമില്ല, സെൽ ഉണ്ടാകും. സെല്ല് കൂടിച്ചേരുമ്പോൾ ടിഷ്യൂസ് ഉണ്ടാകും എന്ന് നമ്മൾക്കറിയാം. ടിഷ്യൂസ് കൂടിച്ചേരുമ്പോൾ ഓർഗൻ, അവയവം ഉണ്ടാകും. ഇനി ഓർഗൻ കൂടിച്ചേരുമ്പോൾ ഓർഗൻ സിസ്റ്റം ഉണ്ടാകും. പറഞ്ഞതാണ് നമ്മൾ ഇതൊക്കെ അല്ലേ. ഇനി ഓർഗൻ സിസ്റ്റം കൂടിച്ചേരുമ്പോൾ ഓർഗാനിസം ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി ഓർഗാനിസം കൂടിച്ചേരുമ്പോൾ, അതായത് ഒരുപോലുള്ള ജീവികൾ കൂടിച്ചേരുമ്പോൾ പോപ്പുലേഷൻ ഉണ്ടാകും നമ്മൾക്ക് പറയാം. അതായത് ഒരു പശുവാണെന്ന് വെച്ചോ, ആ പശുക്കൾ വേറെയും പശുക്കൾ കൂടിച്ചേരുമ്പോൾ അതൊരു പോപ്പുലേഷനായി. ഇപ്പോൾ ഒരുപാട് മനുഷ്യർ കൂടിച്ചേരുമ്പോൾ പോപ്പുലേഷനായി. ഇനി കമ്മ്യൂണിറ്റി എന്താ? വേറെ ഡിഫറെൻറ്റ് ജീവികൾ, പലതരത്തിലുള്ള ജീവികൾ, ഓർഗാനിസംസ് കൂടിച്ചേരുമ്പോൾ കമ്മ്യൂണിറ്റി ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ യൂണിറ്റ് ആറ്റം ആണെങ്കിൽ ഏറ്റവും വലുത് കമ്മ്യൂണിറ്റിയാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ആറ്റം മോളിക്യൂളാകും, അതായത് ആറ്റം കൂടുമ്പോൾ മോളിക്യൂൾ ഉണ്ടാകും, മോളിക്യൂൾ കൂടിച്ചേരുമ്പോൾ സെൽ ഓർഗനൽ ഉണ്ടാകും, സെൽ ഓർഗനൽ കൂടിച്ചേരുമ്പോൾ സെൽ ഉണ്ടാകും, സെൽ കൂടിച്ചേരുമ്പോൾ ടിഷ്യൂ കൂടിച്ചേരുമ്പോൾ ഓർഗൻ കൂടിച്ചേർന്നാൽ ഓർഗൻ സിസ്റ്റം കൂടിച്ചേർന്നാൽ ഓർഗാനിസം കൂടിച്ചേർന്നാൽ പോപ്പുലേഷൻ കൂടിച്ചേർന്നാൽ കമ്മ്യൂണിറ്റി. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. എല്ലാവർക്കും ഈ ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും, പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.